നമ്മുടെ കേരളത്തിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ചില വ്യത്യാസമുണ്ട് ഈ കൊടിമരത്തിൽ. നമ്മുടെ നാട്ടിൽ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കൊടിമരം സ്ഥായിയായിട്ടുണ്ടാവും, പക്ഷേ ഉത്സവത്തിന് മാത്രമായിരിക്കും കൊടി ഉയർത്തുകയും ഉത്സവശേഷം കൊടി താഴ്ത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല. അവിടെ അത് ധർമ്മധ്വജം എന്നുള്ള പേരിൽ കൊടി ഉയർത്തി കഴിഞ്ഞാൽ അത് അങ്ങനെ നിൽക്കും. ചിലപ്പോൾ എന്തെങ്കിലും അതിന് പാകപ്പിഴ പറ്റിക്കഴിഞ്ഞാൽ മാറ്റി വീണ്ടും സ്ഥാപിക്കുന്നു. അപ്പോൾ തിരുപ്പതിയിലാണെങ്കിൽ നിത്യേന അതിലെ കൊടി മാറ്റാറുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയില്ല. എന്നിരുന്നാലും ദൂരെ നിന്ന്, അതായത് ക്ഷേത്രത്തിൻ്റെ എത്രയോ അടി ഉയരത്തിലാണല്ലോ ഇത് നിൽക്കുന്നത്. അപ്പോൾ ദൂരെ നിന്ന് ഈ കൊടി കണ്ടു കഴിഞ്ഞാൽ അതവിടെ ദൈവത്തിന് അത് കണ്ട് വണങ്ങാൻ പറ്റുന്ന ഒരു വിശ്വാസമാണ് ഈ ധ്വജവും അതിലെ പതാകയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നരേന്ദ്രമോദി നിർവഹിച്ചത് ഈ പറഞ്ഞതുപോലുള്ള ധ്വജാരോഹണമാണ്. ഇന്ന് അത് മാത്രമല്ല അദ്ദേഹം ചെയ്തത്. 2024 കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.